പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഫിയെയും അലക്സിനെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാഗ്രഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരിതവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാനിടയാകണം. മുടി പിന്നുന്നതോ സ്വർണ്ണമണിയുന്നതോ മോടിയായ വസ്ത്രം ധരിക്കുന്നത് പോലുമുള്ള ഭാഗ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവെന്ന അക്ഷയമായ ഭൂഷണത്തോടുകൂടിയ ഹൃദയത്തിന്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവരുടെ മക്കളായി ഭവിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കിയ കാരണവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഫിയ അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജനത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരിതമായി ഭവിക്കട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്ന് അനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ദാസിയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കിയും സഹനങ്ങളെ സുഹൃതങ്ങളാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. കുടുംബ പ്രതിഷ്ഠ. ഈശോ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങരാജാവാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അങ്ങ് ഞങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളാരെങ്കിലും അയോഗ്യതയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഹൃദയത്തിലുള്ളവരെയും സമൃദ്ധമായി ഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറിച്ചുകളെ ക്ഷമിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ കുറികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സുഹൃത്തിൽ അങ്ങയുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം. മരുന്നിലും മാനസികവും ഞങ്ങളുടെ ദൃഷ്ടിയെ അങ്ങേക്ക് സമർപ്പിക്കുകയും സ്വീകരണവും ഞങ്ങളുടെ നടത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, ഹൃദയമേ, പിതാവേ, മർഗ്ഗീത മറിയമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം. അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ.
സ്നേഹതാരം നെഞ്ചിലെ പെയ്യുന്ന മഞ്ഞിന്റെ നനവിൽ വാക്കിലെ തീരാത്തൊരാശതൻ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുണ്ടായാലും രസം ഉണ്ടാവുള്ളൂ അല്ലേ? ലൈഫും മധുരമൊക്കെ അടങ്ങിയതാണ് കുടുംബ ജീവിതം. അവർക്ക് പ്രാർത്ഥിക്കുന്നത് മധുരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ എല്ലാം ദൈവഹിതമായി കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയാം ഈ ആധുനിക ലോകം എന്ന് പറയുന്നത് ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞത് അന്തരീക്ഷമാണ് നമുക്കെല്ലാവർക്കും നൽകുക. ആ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് ജീവിക്കാനുള്ള വലിയ പ്രതിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ജോഫിയെയും അലക്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപങ്ങളിലോട്ട് ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യസന്നിഹിതനായിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ട ജോഫിയെയും അലക്സിനെയും ഞങ്ങൾ നൽകിയതിന് വിവാഹത്തിൽ ഉയർത്തിയതിനും അങ്ങ് പ്രദേശത്ത് കരുണാതിരെ കൃത്യങ്ങൾ വായിച്ചു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും പ്രേക്ഷരീതമായി പുതുക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോട് കൂടിയ നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണപ്പെടാതെ തന്നെ അവർ മനസ്സാന്തപ്പെടുവാൻ ഇടയാകണം. മൂടി പിന്നുന്നതോ സ്വർണം അണിയുന്നതോ മോടിയായി വസ്ത്രം ധരിക്കുന്നത് പോലെ വഹ്യമായിരിക്കരുത് എന്നുള്ള പ്രശ്നം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തെ വിധേയനായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവൾ മക്കളായി ഭവിക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹപ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിന് യുദ്ധമായി ഞങ്ങൾ പ്രിയപ്പെട്ട ജോഫിയെ അനുഭവിക്കാൻ പോകുന്ന ഈ മധുര ഭോജ്യത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരം മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സംസ്കൃതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരമായി പെരുമാറട്ടെ. അവരെന്നും അങ്ങയുടെ സ്നേഹമാധുര്യം തുടർന്ന് അനുഭവിക്കേണ്ടയാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ദാസിയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നുമെന്ന് അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ കൈപ്പുകളെ ബാന്ധനമാക്കുകയും സഹനങ്ങളെ സ്മൃതികളാക്കുകയും മാറ്റുവാനുള്ള കഴിവുകൾ പ്രദാനം ചെയ്യണമേ. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസനമെല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൊത്ത എത്ര സ്തുതിച്ചാലും മതി വരും. ദൈവസ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ഹാർട്ട് ബീറ്റ് what I tell you what a waste. కొంచెం కూడా സ്ലോലി പോകാമോ? ക്ലാസ് ചില്ലിങ് കാണവല്ലേ ഡ്രോപ്പ് ചെയ്താൽ ഒടയില്ലേ നെഞ്ച നീ
ചൊല്ലില്ലേ. ഓ കാക്ക കൊത്തും കരളിന്റെ നടുപ്പു ഞാൻ പടക്കുമ്പോ പാട്ട് വെക്കാൻ DJ ചൊല്ലില്ലേ. നിന്നെ കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെന്റെ പൂക്കുറ്റി പടക്കങ്ങൾ അമരണേ. കല്യാണം മ്യൂസിക്കിന്റെ ബ്യൂട്ടിഫുൾ ഡേ. പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ, പെണ്ണിന് മധുരം കൊടുക്കട്ടെ. ജോഫിയ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നമുക്കറിയാം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നിമിഷത്തിലാണ് അവൾ അലക്സിനൊക്കെ വരെയുള്ള സ്വീകരണം കൊടുത്തുകൊണ്ട് ഈ ഭവനത്തിലേക്ക് ഓൾറെഡി നമ്മൾ സ്വീകരിച്ചു. ഇവരാരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതം എന്നും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്നാണ് നമ്മളൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇവരാരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയും മകളെ നിങ്ങൾക്ക് തരാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് സ്നേഹത്തോടെയാണ് തരുന്നത്. ആ മകളെ പൊന്നുപോലെ നോക്കാൻ അതാണ് ഒരു ആഗ്രഹം. പേരൻസിൻ്റെയൊക്കെ ആഗ്രഹം തന്നെയാണ്, എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ നല്ല കുടുംബമാണ്. ആ നല്ല കുടുംബത്തിൽ എന്നും നന്മയുണ്ട്. ആ നന്മ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിധത്തിലും ദൈവാനുഗ്രഹങ്ങൾ എല്ലാവരുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഒരു അസുലഭമായ അവസരമാണിത്. ഈ ഈവനിങ്ങിൽ, ഈ സയൻസ് നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ജോഫിക്കും പുതിയതായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന അലക്സിനും ആശംസകൾ അർപ്പിക്കാൻ ഈ ഒരു അവസരം ലഭിച്ചതിനും നിങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഈ ദിവസം പങ്കിടുവാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ജോഫിക്കും അലക്സിനും എല്ലാവിധ നന്മകളും നല്ല കുടുംബജീവിതവും ആശംസിക്കുന്നു. താങ്ക് യു. അമീറെ അവരോടാണെന്ന് മാറാൻ പറ. മാണിക്യ ചിറകിലേറാ മാമ്പും തിരഞ്ഞ താരാ
കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ ജനലഴി ഈ കൺമണിയെ നോക്കരുതേ ഇന്നതിന്നാക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം കാണാണ്ടോ ബാക്കിയുള്ളത് കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായ ചിന്തൂരം മൈന ചാത്തിയോ കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായ ചിന്തൂരം മൈന ചാത്തിയോ കാക്കുന്നവരോടെ എങ്ങും നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ കൊട്ടോരുവിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം ഇതന്നെ നൽകണം ഇതന്നെ നൽകണം
കാക്കുന്ന ഓരോരെ എങ്കും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ. മുല്ലേ മുല്ലേ പീലിപ്പൂവഴകായി പോരൂലേ നീ പോരൂലേ പൊന്നും മിന്നും ചേലോടെ ചാർത്തി നീ പോരൂലേ നീ പോരൂലേ. കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അള്ളിപ്പൂവിന് കല്യാണം. സന്തോഷം പകരുന്ന ഒരു സുദിനമാണിന്ന്. കാരണം ഞങ്ങളുടെ സ്വന്തം ജോഫിയേക്ക് ഞങ്ങളുടെ സ്വന്തം പൊന്നുമോൾക്ക് അനുയോജ്യനായ വരനെ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല രണ്ട് കുടുംബ ബന്ധങ്ങൾ കൂടിച്ചേരുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അനുമോദനവും അർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ അലക്സ് മോനും ജോഫിയ മോൾക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകൾ പ്രാർത്ഥനാശംസ ഒരിക്കൽ കൂടി നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും അലക്സിന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ട്? നാട്ടുകാരെല്ലാവരും ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജോഫിയാൻ അലക്സിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തുകൊണ്ടാണ് അലക്സിന് ജോഫിയനെ ഇഷ്ടമാവാനുള്ള ഒരു കാരണം? ഏതെങ്കിലും ഒരു കാരണം, ഒരു റീസൺ അല്ലേ? എന്തെങ്കിലും ഒരു റീസൺ? അലക്സിന് പപ്പയാണ് അല്ലേ? ഓക്കെ. അതാ ഒരു റീസണായിട്ട് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നു. അവന് അത്ര പേർക്ക് റീസൺ ഉണ്ട് ഇഷ്ടപ്പെടാൻ അല്ലെ? ഒരു ഐഡിയ കൊടുത്തേ. അപ്പൊ ഇതേ ചോദ്യം തന്നെ നമുക്ക് ജോഫിയോട് ചോദിച്ചാലോ? എന്തുകൊണ്ടാണ്? എത്ര ചെക്കന്മാരെ കല്യാണം ആലോചിച്ചു? എന്തുകൊണ്ടാണ് അലക്സിനെ ഇഷ്ടപ്പെടാൻ കാരണം? ഒരു കയ്യടി കൊടുത്തേക്കാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണെങ്കിലും ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല ചിരിയാണ് അല്ല, ഒരു റീസൺ നല്ല ചിരിയാണ്. അതാണ് ജോഫിയനെ മയക്കി കളഞ്ഞത് ആ ചിരിയിൽ. അടുത്തൊരു റീസൺ, അലക്സിന്റെ ഒരു നെഗറ്റീവ് പറയാൻ പറ്റുമോ? വേണ്ട, ഇപ്പൊ കല്യാണത്തിന് മുന്നിൽ പറയണ്ട, പ്രശ്നമാകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. ആദ്യമേ തന്നെ ജോഫിക്കും അലക്സിനും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. കുടുംബജീവിതം ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ കാറ്റഗിസം ടീച്ചറായിരുന്നു. അതിനേക്കാളുപരി ഞങ്ങളുടെ പള്ളിയിൽ പോയത് പാട്ട് പാടുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഒരു പാട്ടൊക്കെ പാടിപ്പിക്കാൻ നമുക്കിത് കഴിയുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഇടവപ്പള്ളിയിൽ വളരെയധികം സേവനങ്ങൾ ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് ജോഫിയ. മുൻപ് പൗലോസേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം കുട്ടിയാണ്. ഇന്ന് മധുരം വെപ്പാണ്. ശനിയാഴ്ച, ഞായറാഴ്ച നിങ്ങളുടെ മനസ്സമ്മതമാണ്. അടുത്ത ശനിയാഴ്ച നിങ്ങളുടെ വിവാഹമാണ്. തിരുവിവാഹം എന്ന കൂതാശയിലേക്ക് നിങ്ങൾ കിടക്കുക. നമ്മൾ ആദ്യം വിവാഹം എന്നൊക്കെ പറയും, പക്ഷേ തിരുവിവാഹം എന്ന കൂതാശയിലേക്ക് നിങ്ങൾ കിടക്കുക. അപ്പോൾ നിങ്ങൾ രണ്ട് കുടുംബങ്ങൾ ഒന്ന് ചെയ്തിരുന്ന ഈ മുഹൂർത്തം, രണ്ട് കുടുംബങ്ങളായിരുന്നു. ഇനി ഒരു കുടുംബമാകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹവും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു. ഒരിക്കൽ കൂടി பக்கத்தில் இருப்பவளே ஓ பாதியில் போவதென்ன போதாத காதலிலே போதுன்னு சொல்வதென்ன நம் தம் தம் நம் தம் 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 நம் தம் தம் நம் தம் 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 நம் தம் தம் நம் தம் 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 தம்
പാതിരാവിളി ഒരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂന്നുള്ളിവാ മലക്കാവിലൂടെ വാ കാറ്റിനാടുമീ ഉളക്കാട്ടിനുള്ളിലും ഓണവില്ലുള്ളിൽ മുഴങ്ങുന്നു പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണനാളിനീ കഥയൊന്നു ചൊല്ലിവാ. കാലകലം കവിളിലയിൽ ചെല്ലുവാൻ കുഴലിമഴ പുച്ചുടിയിൽ കൊണ്ടാരം ഇനി ഒളി കണ്ണെറിയരുതേ
നിലവില്ല പേരൊക്കെ